നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. +2 വിദ്യാർത്ഥിനിയായ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ സകലരെയും നടുക്കിയിരുന്നു. അടുപ്പത്തിലായിരുന്ന മുൻ ആൺ സുഹൃത്തിനെതിരെ മലയാളി വാർത്തയുടെ ആദ്യമായി ആ പെൺകുട്ടിയുടെ കുടുംബം നടത്തിയ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു. സഹോദരി പ്രണയബന്ധം തകർന്നതിന്റെ ദുഃഖത്തിലായിരുന്നുവെന്നും മാനസികമായി അവളെ അത് തകർത്തിയെന്നും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്ന കുടുംബമാണ് തങ്ങളുടേതെന്നും എന്നാൽ പ്രണയബന്ധം തകർന്നതിനു ശേഷം സഹോദരി മുൻ ആൺ സുഹൃത്തിനെ മറ്റൊരു രീതിയിൽ കണ്ടുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ സംഭവത്തിൽ ഇനിയും പ്രതികളുണ്ടോ എന്നതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആരോപണ വിധേയനായ യുവാവിനെ പോക്സോ പ്രകാരം കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ നിരവധി തവണ പ്രതി ചൂഷണം ചെയ്തതായി തെളിവുകൾ കിട്ടിയതോടെയാണ് സുഹൃത്ത് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതി ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത മുൻ ആൺ സുഹൃത്ത് നെടുമങ്ങാട് സ്വദേശിയായ 21-കാരൻ ബിനോയിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. പൂജപ്പുര പോലീസ് പോക്സോ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് സതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അറിയാവുന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മകൾക്ക് നീതി ലഭിക്കണമെന്നും അച്ഛൻ പറഞ്ഞു. ജൂൺ 17-നാണ് തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിയായ പെൺകുട്ടി ജീവനൊടുക്കുന്നത്. തിരുവനന്തപുരത്തെ സർക്കാർ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്ന 17-കാരി വീടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് 17-ന് രാത്രി മരണം. പെൺകുട്ടിയുടെ സുഹൃത്തായിരുന്ന അറസ്റ്റിലായ യുവാവ് അടുത്തിടെ പെൺകുട്ടിയുമുള്ള സൗഹൃദം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ പെൺകുട്ടിയുടെ പോസ്റ്റുകൾക്കും റീലുകൾക്കും താഴെ അധിക്ഷേപ കമന്റുകൾ നിറഞ്ഞു. മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും നെടുമങ്ങാട്ടെ ഇൻഫ്ലുവൻസറുടെ സംശയിക്കുന്നതായും പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 21-കാരൻ അറസ്റ്റിലായത്. സൈബർ ആക്രമണം കാരണം കുട്ടി ജീവനൊടുക്കി എന്ന ആരോപണങ്ങളെ കുടുംബം ആദ്യം മുതലേ തള്ളുകയായിരുന്നു. കുട്ടിക്ക് ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ആ അടുപ്പം പിരിഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി. അവൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. മൊത്തത്തിൽ ഇപ്പോൾ ഇന്നലെ ചാനലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അതായത് ബിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അതൊക്കെ തെറ്റായിട്ടുള്ള ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 9 പറയുന്ന ഒരു വ്യക്തിയാണ് പാറു. അപ്പം ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടും അച്ഛനോടായാലും നമ്മളോടായാലും കല്യാണം കഴിക്കുന്നതിനെ പറ്റി വരെ സംസാരിച്ചു. അപ്പം തിരിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അയാളുടെ വീട്ടിൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും പറയാം നല്ലാതെ സംസാരിക്കാം, നമ്മൾ ഇവർ വീട്ടിൽ സംസാരിക്കാം സമയമുണ്ട് നല്ലാതെ അതിനെ അങ്ങോട്ട് പറയാനുള്ളൊരിതിന് അനുവദിക്കില്ല. ഇൻസ്റ്റ വഴി തന്നെയാണ്. ഫസ്റ്റ് അവർ രണ്ടുപേരും മാത്രമായിട്ടായിരുന്നു, വേറൊരു പയ്യനുമായിട്ടായിരുന്നു ഇവർ കണ്ടന്റ് ക്രിയേഷൻ. അങ്ങനെ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഈ പാറു എന്ന് പറയുന്ന വ്യക്തി അപ്പം ഈ കണ്ടന്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പം വെറും റീൽസ് അങ്ങനത്തെ ഇതിലായിരുന്നു പാറു. അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസായി. പിന്നെയാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഐഡിയ വരെ ഇടയിൽ വന്നത്. പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു. പ്രണയം നീണ്ടു നിന്നിട്ട് ഏകദേശം ഒരു 10-12 ഒരു വർഷത്തിനകത്ത് ആവും. ബ്രേക്കപ്പ് അത് അറിയത്തില്ല, അവരുടെ കാര്യമാണ്. അവൻ എന്തോ വേറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു. അങ്ങനെ പറഞ്ഞ് സംസാരമായിട്ടാണ് ആ പയ്യനായിട്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറിയത്. വരാനുണ്ടായിരുന്നു, എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു. അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ, എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പം പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. ബിനോയുടെ വീട്ടിൽ സംസാരിച്ചു. അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു, എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഈ ചാനൽ ഇവരെ വീഡിയോ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. എന്നാലും
ഇടയ്ക്ക് മോൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് മക്കളെ എങ്ങനെയാണെന്ന്. ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് ബിനോയെ ഈ ബ്രേക്കപ്പ് ആയതിനു ശേഷം ബിനോയെ ഇതേ കണക്ക് പാറു മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു. പോയപ്പം അങ്ങനെ പോയി അവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിനോയെ തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു. അതാണ് നടന്ന സംഭവം. വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. FB വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ IT പോളിയിലാണ്, വട്ടിയൂർക്കാവ് പോളിയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അങ്ങനെ ഓരോരുത്തർ അവനെ പറ്റി അവളടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച ബാറ്റലാസ് ഇവൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്. വരും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. കാരണം അവൾ ആദ്യമേ ഇവരടുത്ത് പറഞ്ഞുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കണ്ടന്റിൻ്റെ ഇതിനെ ഇവർ സമ്മതിച്ചത്. ആദ്യമേ പറഞ്ഞുകൊണ്ട് എനിക്ക് പഠിക്കുന്നതിന് വലിയ കഴിവില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റണം, നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. +2 എങ്ങനെയെങ്കിലും എഴുതിയെടുത്തിട്ട് പഠിത്തത്തിലൊന്നും അങ്ങനെയുള്ള യാതൊരു ഇതും വന്നിട്ടില്ല, തോറ്റേൻ്റെ ഇതിൽ വന്നിട്ടില്ല. കാരണം ഇന്നലെ ഇവിടെ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അത് തോറ്റത് പോയതുകൊണ്ടാണ് എൻ്റെ ഒരിക്കലുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മോള് എൻ്റെ തോറ്റൽ കളിച്ച് ചിരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പോയത്. രണ്ടാമത് എഴുതാൻ വേണ്ടി എഴുതിയിടാൻ പറഞ്ഞു, അതിനൊക്കെ പോയിട്ടാണ് നിന്നത്. അതുകൊണ്ട് പഠിത്തത്തിലൊന്നും തോറ്റേൻ്റെ പേരിലൊന്നും യാതൊരു ഇതുമില്ല. ബ്രേക്കപ്പായിട്ടാണ് 2 മാസം 2 മാസമായി. 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? സൂചന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബിനോയ് തന്നെയാണ് ഈ ഇടയ്ക്ക്. കാരണം ഈ മെയ് മാസത്തിലെ അവസാനമായിട്ടാണ് മ്യൂസിയത്ത് വെച്ച് കാണുന്നത്. അതിനുശേഷമാണ് മൊത്തത്തിൽ ഡൗൺ. കാരണം ഇവൾ ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ ഡൗൺ ആവുന്നത്. ഈ ബ്രേക്കപ്പായ ടൈം തൊട്ടാണ്. കാരണം നമുക്ക് രാത്രി ഉറക്കമില്ല. അങ്ങനെ കാണിച്ചപ്പോഴാണ് ഡിപ്രസ്ഡ് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പം ഏകദേശം മെയ്യിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത്. അപ്പോൾ തെറി പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞു വിടണം, സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ. അപ്പം അന്ന് തൊട്ട് ഡൗൺ ആയിട്ട് ഈ ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയും ഇതേ കണക്ക് ഇവൻ്റെ കാര്യവും പറഞ്ഞ് ഡൗൺ ആയിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചായിരുന്നു. ഇതിന് കാണിച്ച അതിൻ്റെ ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുക. മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെൺകുട്ടിയും സുഹൃത്തായ ബിനോയും സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് റീലുകൾ ചെയ്തിരുന്നു. 4 മാസം മുമ്പ് ഇവർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത മകളെ യുവാവ് ചതിക്കുകയായിരുന്നെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. പെൺകുട്ടിയുടെയും ബിനോയുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. ഇവയിൽ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മകളുടെ മരണത്തിന് കാരണം ബിനോയിയാണെന്ന് ശക്തമായ സംശയമുണ്ടെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിക്കുകയായിരുന്നു. ബിനോയ് മുമ്പ് വീട്ടിൽ വരാറുണ്ടായിരുന്നു. 4 മാസം മുമ്പ് ബിനോയുമായി പിണങ്ങിയെന്നാണ് മകൾ പറഞ്ഞത്. സൈബർ ആക്രമണം മാത്രമാണ് മരണകാരണമെന്ന് കരുതുന്നില്ല, വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. മാതാപിതാക്കളും സഹോദരനും സന്തോഷമായി ഇരിക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടി പോസ്റ്റും ഇട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.